ട്രിവാൻഡ്രത്ത് എന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കൊല്ലത്തിരിക്കുവാണല്ലോ. അപ്പം ഞാൻ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ മീനിക്കുട്ടിയുടെ വണ്ടി എടുത്തിട്ടാട്ടോ പോകുന്നത്. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ അവളുടെ വണ്ടി ഓസിന് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ചോദിക്കാവുന്നവരടുത്തല്ലേ ചോദിക്കാൻ പറ്റുമല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ അവളെ വണ്ടി എടുത്തുകൊണ്ട് ഇന്ന് വന്നേക്കുന്നത് ചക്കിയമ്മയുടെ വീട്ടിലോട്ടാണ്. അപ്പം നമ്മുടെ ചക്കിയമ്മയുടെ വീട്ടിൽ ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കിയമ്മ പുതുതായിട്ടൊരു അടുക്കള പണിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു പാലുകാച്ചൽ പോലെ. ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് കരുതിയതല്ല കേട്ടോ. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ വന്നത് എന്തായാലും നന്നായി, എല്ലാ ബന്ധുക്കളെയും കാണാൻ പറ്റി, എല്ലാവരും ഒരുമിച്ച് കൂടി ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ അമ്മയുടെ അടുക്കള. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ബൈജു ചേട്ടൻ പായസം വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് അടുക്കളയിൽ ആദ്യമായിട്ട് പാൽക്കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനെ കണ്ടപ്പോഴത്തേക്ക് ഏട്ടനും കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടത് നമ്മുടെ അമ്മുമ്മയായിരുന്നു. അമ്മുമ്മ സുഖമില്ലാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചേ. അപ്പോൾ ഇന്ന് സദ്യയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളെല്ലാവരും കൂടുമ്പോഴത്തേക്ക് സാധാരണ ഇങ്ങനെ ഒരുമിച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരുമിച്ച് ഇതുപോലെ കൂടിയിരുന്ന് ഫുഡൊക്കെ കഴിക്കും കേട്ടോ. എന്നിട്ട് ഓരോരുത്തർ ഓരോ സ്ഥലത്തുള്ളവരാണല്ലോ. അപ്പോൾ അവരവരുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് കൂടുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഓരോരുത്തർ ഓരോ വഴിക്കങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.